ഞാനിപ്പോൾ അഖില ഐലൻഡിലാണ്. ആക്ച്വലി ഇന്നൊരു സൂപ്പർ വെതറാണ്, നല്ല സണ്ണി ഡേ. ഞാൻ ഇവിടെ വന്നത് ഇവിടെ ഈ വാട്ടർ ബോഡിയും കുറച്ച് കയാക്കിങ്ങിൻ്റെ ബോട്ട്സ് കണ്ടിട്ടാണ്. കയാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ എത്രയാണെന്ന് റേറ്റ് ചോദിച്ചിട്ട് കയാക്ക് ചെയ്യണം. എനിക്ക് കയാക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. രാവിലെ വണ്ടി എടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് പുറകിൽ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നു, ചെറുതായിട്ടൊന്ന് തട്ടി. അതിനുശേഷം പവർ സ്റ്റിയറിംഗ് വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. വാട്ട്സ് ദ പ്രൈസ് ഫോർ കയാക്കിംഗ്? Children is usually €10. Okay. And adult is 15. 15. What they have in Holland, once you want. I wrote it out, yeah. Okay. It'll be grand. Are you open now? Open now, yes. Okay. You want to go? Yeah. Yeah? Grab power for yourself. Okay. Jump in there and I'll push out. Stopping up now. Here we go. Ready? Okay. Thank you. അതൊരു അടിപൊളി ആക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ ഡൊണേഗൽ കൗണ്ടിയിലെത്തി. അതാണ് എൻ്റെ ഹോസ്റ്റൽ, ദേ ഹോസ്റ്റൽ. ഞാൻ ആക്ച്വലി ഡ്രൈവ് ചെയ്ത് ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചത്. പക്ഷേ ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന ഒരു ആൻറ്റി പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങനെ വാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീയുടെ സൈഡിൽ കൂടെ പോവാം, അത് വളരെ നല്ലൊരു വാക്കാണ്. എനിക്കിപ്പോൾ നടന്നു നോക്കിയപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വാക്ക് ചെയ്ത് പോയി ഫുഡ് മേടിച്ചിട്ട് വരാം. ഞാൻ ഫുഡ് മേടിക്കാനായിട്ട് ആക്ച്വലി ഡൊണേഗൽ ടൗണിലേക്ക് പോകാമെന്ന് വെച്ച് നൈസ് ലൊക്കേഷൻ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഈ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാനപ്പോൾ ടൗണിലേക്ക് പോകാൻ. ഇവിടെ കാണാൻ ഒത്തിരി സ്ഥലമുണ്ട്, പക്ഷേ ഞാൻ നാളെ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ ഇവിടെ ഡൊണേഗാളിൽ. അപ്പോൾ എന്തൊക്കെ കണ്ടു തീർക്കാൻ പറ്റുമെന്ന് ഒരു പിടുത്തമില്ല. നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ എന്നോട് പഠിച്ചിരുന്ന പഴയ ഒരു ഫ്രണ്ടിനെയും കാണണം. എന്താണെന്ന് കാണാം. ഇപ്പോഴത്തെ വാക്ക് എന്തായാലും എൻജോയ് ചെയ്യാം. ഇതാണ് ഡൊണേഗാളിൻ്റെ മാപ്പ്. ഇതാണ് വൈൽഡ് അറ്റ്ലാന്റിക് വേ ത്രൂ ദി കോസ്റ്റൽ ഏരിയ. ഐ തിങ്ക്
ഈ വഴി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ല വ്യൂ ആയിരിക്കും. ഇത് മൊത്തമാണ് ഡൊണഗൽ കൗണ്ടി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ സ്ലീവ് ലീഗ് എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ ഏകദേശം ഡൊണഗലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തി. ഇവിടുന്ന് 2-3 സ്ഥലം കൂടെ വിസിറ്റ് ചെയ്തിട്ട് ഈ ട്രിപ്പ് എൻഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇത് സ്ലീവ് ലീഗ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്, കണ്ടിട്ട് എല്ലാ സ്ഥലത്തും പോകുന്നു. വാ, ലെറ്റ്സ് ഗോ. സമയം വേസ്റ്റ് ആക്കില്ല. സ്ലീവ് ലീഗിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ മകേര എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ബീച്ചും കേവും ഉണ്ട്. ഈ മാപ്പ് ഒരു ഇടുങ്ങിയ വഴിയിലൂടെയാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഈ പവർ സ്റ്റിയറിംഗ് കേടായി. ഞാൻ ലോറി ഓടിക്കുന്ന പോലെയാണ് ഈ കാർ ഓടിക്കുന്നത്.
ഹലോ, എന്തൊക്കെയുണ്ട്? പിന്നെ തിരിഞ്ഞോ? അല്ലൊരു രക്ഷയില്ല, ഭയങ്കര ടയേർഡായി. ഇതാണ് വിനായക പ്രഭു. ഇതാണ് നമ്മൾ ഒരുമിച്ച് +2 പഠിച്ചതാ. കുറെ വർഷങ്ങൾക്ക് ശേഷം, 10-15 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. 15 2005 ആണ് നമ്മൾ +2 പാസ് ഔട്ട്. ഓക്കെ. 15 years. ശരിയാ, 2005. 15 years. 15 വർഷത്തിന് ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അയർലൻഡില്. പക്ഷെ അയർലൻഡിൽ വന്നിട്ട് ഏകദേശം ഒരു 6 മാസം മുമ്പാണ് ഞാൻ അറിഞ്ഞത് വിനായക പ്രഭുവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു. നമ്മുടെ കുറെ നാളത്തെ ട്രിപ്പ് അങ്ങനെ ഡൊണേഗാലിൽ വന്ന് വിനായകനെ കണ്ടിട്ട് എൻഡ് ചെയ്തു. സക്സസ്ഫുൾ. അതെ. ഒത്തിരി സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. നമ്മള് മീറ്റ് ചെയ്തത് കുറച്ച് ഇതായി. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ കുറേ ദിവസം സമയം കിട്ടിയാണ്, നമുക്ക് ഒത്തിരി കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാണ്. അപ്പോൾ നമ്മൾ പിടിയാണ്. ഇനി എപ്പോഴെങ്കിലും ഇതുപോലെ ടൈം കിട്ടുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും. അപ്പോൾ ഓക്കെ. ശരി, ഓക്കെ. അപ്പോൾ കാണാം. ശരി, വിളിക്കാം. ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടേക്കാം നമ്മൾ മീറ്റ് ചെയ്തെന്നുള്ളത്. ഓക്കെ, എന്നാ ഗുഡ് ലക്ക്. ബൈ. ഇനി യാത്രയൊക്കെ കഴിഞ്ഞിങ്ങനെ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് സ്ട്രെച്ച് ചെയ്ത് ഉറങ്ങുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെ അല്ലേ. അപ്പോൾ എൻ്റെ ഈ ട്രിപ്പ് നോയിങ് മൗണ്ടൻസ് എപ്പോഴും കാണാൻ ഭയങ്കര ഒരു രസമാണ്. അതിൻ്റെ ടോപ്പിൽ ചെന്നാലും അതിൻ്റെ താഴെ നിന്ന് നോക്കുമ്പോഴും ആ ഒരു ഫീല്. ഞാനിപ്പോൾ ഇവിടെ ഈ റോഡ് വഴി ഇങ്ങനെ വരുമായിരുന്നു. വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിനായകൻ, അതായത് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയപ്പോൾ ഞാൻ ഈ സ്പോട്ട് ശ്രദ്ധിച്ച് വെച്ചായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇവിടെ നിർത്തണം. ഇവിടെ ഇപ്പോൾ സമയം 9 മണിയായി. ഇനി 1 hour കൂടെ ഉണ്ട് എൻ്റെ സ്റ്റേയിലോട്ട് പോകാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഈ വ്യൂ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകണമെന്ന് ഞാൻ ഓൾറെഡി മനസ്സിൽ കുറിച്ചിട്ടു. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട്, ഇവിടെ ഭയങ്കര ഈ ഫ്ലൈയിങ് ആൻറ്റിൻ്റെ ശല്യമുണ്ട്. അത് ഇങ്ങനെ ഈ പുറത്ത് വന്നിരുന്നിട്ട് കടിക്കുന്നു. ഇവിടുത്തെ ഒരു ഹയസ്റ്റ് പീക്കാണത്, മൗണ്ട് എറിഗൽ. കണ്ടോ? അങ്ങനെ ഇവിടെ ഞാൻ എൻ്റെ യാത്ര അവസാനിപ്പിക്കുന്നു. ഇത്രയും 10 ദിവസത്തെ ട്രിപ്പ്, ഒത്തിരി എക്സ്പീരിയൻസസ്. ഓരോ ട്രിപ്പും ഓരോ പുതിയ എക്സ്പീരിയൻസാണ്. അങ്ങനെ ഇനിയും ഈ ജീവിതവും ദിവസങ്ങളും ഒത്തിരി ബാക്കി കിടക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി, ഇനിയും ഇതുപോലുള്ള യാത്രകൾ ഉണ്ടാകുമെന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ഒരു സേഫായിട്ടുള്ള ഒരു സ്റ്റേ ആക്കി വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സുഖവും സന്തോഷമായിട്ടിരിക്കുക, എക്സ്പ്ലോർ, അടിച്ചു പൊളിക്കുക, മൈൻഡ് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യുക. നമുക്കൊക്കെ ഒരു ലൈഫല്ലേ ഉള്ളൂ. മേക്ക് ഇറ്റ് വർത്ത് വാച്ചിങ്.